ിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉഴുന്ന് എന്നിവ ചേർത്ത് പൊട്ടി കളർ മാറി വരുമ്പോൾ ഒരു പിടി ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്തതും 5-6 അല്ലി വെളുത്തുള്ളി നടുവൊന്ന് കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാള നീളനെ കനം കുറഞ്ഞരിഞ്ഞതും 2 പച്ചമുളക് നടുകീറിയതും കുറച്ച് ഉപ്പും ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു ചെറിയ കഷ്ണം മത്തങ്ങ നീളന് കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം. മത്തങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഉപകാരമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്